മാന്യ പ്രേക്ഷകർക്ക് വിജിലൻ്റ് വിഷനിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വൈദ്യുത മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. പുതിയ നിയമമെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ചില ഭേദഗതികളോടുകൂടി അവതരിപ്പിക്കുകയാണ്. അതിൽ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി വൈദ്യുത വിതരണം നടത്തും എന്നുള്ളതാണ് അതിലുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ. അതിൽ ഇവിടെ പല ചാനലുകളും പല യൂട്യൂബ് ചാനൽ അല്ലാതെ വാർത്താമാധ്യമങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി ആ വിഷയം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്തുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ KSEBയുടെ കീഴിലാണ് വൈദ്യുതി അതിൻ്റെ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. നമ്മളതിന് പേയ്മെൻറ്റ് നൽകാറുണ്ട്. പക്ഷേ ഈ പുതിയ നിയമം വരുന്നതോടുകൂടി ഈ വൈദ്യുതി വിതരണം മൊത്തത്തിൽ സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയില്ലേ എന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതിന് കാരണം എവിടെയെല്ലാം സ്വകാര്യവൽക്കരണം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം പണക്കൊതിയന്മാരായ സ്വകാര്യ മുതലാളിമാർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതല്ലാതെ ജനോപകാരപ്രദമായി ജനനന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ ആത്യന്തികമായി ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ അവസ്ഥ നമുക്ക് ഒരിക്കൽ പോലും നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ BSNL ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. ആ BSNL ടെലികോം രംഗം നമ്മൾ സ്വകാര്യവൽക്കരിച്ചു. ജിയോ വന്നു, എയർടെൽ വന്നു, ഐഡിയ വന്നു, വോഡാഫോൺ വന്നു. നമുക്ക് ആദ്യം BSNLനേക്കാൾ നല്ല സർവീസ് അവരിൽ നിന്ന് ലഭിച്ചെങ്കിലും പിന്നീട് എന്താണ് സംഭവിച്ചത്? BSNL എന്ന പൊതുമേഖലാ സ്ഥാപനം തകരുകയും ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ചാർജ് ചെയ്യണമെങ്കിൽ അതിൻ്റെ റേറ്റ് എന്താണ് എന്ന് ഇവിടുത്തെ സ്വകാര്യ കുത്തക മുതലാളിമാർ ഫിക്സ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. അതിൻ്റെ താരിഫ് റേറ്റ് അടിക്കടി കൂടുകയുണ്ടായി. ആ സ്വകാര്യവൽക്കരണം കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ പോക്കറ്റ് കാര്യമാകുന്നതല്ലാതെ എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ, ആത്യന്തികമായി എന്തെങ്കിലും ലാഭമുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കഥകൾ പറഞ്ഞാൽ ഇതിലും രസകരമായിരിക്കും. ഓയിലിൻ്റെ വില നിശ്ചയിക്കുവാനുള്ള അവകാശം കമ്പനികൾക്ക് കൊടുത്ത് സർക്കാരിൽ നിന്നും അത് വിടുതൽ ചെയ്തപ്പോൾ എന്താ ഉണ്ടായത്? ക്രൂഡ് ഓയിലിൻ്റെ വില എപ്പോൾ കുറഞ്ഞാലും അല്ലെങ്കിൽ കുറയുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് ഭീമമായ വില കൊടുത്തുകൊണ്ട് പെട്രോളും ഡീസലും വാങ്ങുന്ന അവസ്ഥയിലേക്ക് നാം എത്തി നിൽക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇന്ന് ദൈനംദിനം അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് വൈദ്യുതി മേഖലയിലും വരാൻ പോകുന്ന ഒരു ദുരവസ്ഥ. സ്വകാര്യവൽക്കരണത്തിൻ്റെ കാണാക്കയങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണാതിരുന്നാൽ വൈദ്യുതി രംഗത്ത് പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കപ്പെടുകയും ആ സ്വകാര്യവൽക്കരണത്തിലൂടെ അവർ പറയുന്ന വിലയ്ക്ക് അവർ പറയുന്ന കണ്ടീഷനിൽ നമ്മൾ വൈദ്യുതി വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കും.
ഇതിനേക്കാൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ മാരകമായിരിക്കും, ഭയാനകമായിരിക്കും സ്വകാര്യ മുതലാളിമാരുടെ പെരുമാറ്റം, അവരുടെ ധാർഷ്ട്യം. എവിടെയെല്ലാം സ്വകാര്യവൽക്കരണം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ജനങ്ങൾക്ക് ദുരന്തവും ദുരിതവുമല്ലാതെ അവർക്ക് നേട്ടമെന്ന് പറയുവാനായിട്ട് ആത്യന്തികമായി ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇലക്ട്രിസിറ്റി രംഗത്ത് സ്വകാര്യവൽക്കരണം വരുന്നതോടുകൂടി ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇല്ലാതായി. അവർ പറയുന്ന റേറ്റിൽ, പറയുന്ന സമയത്ത്, പറയുന്ന അളവിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തി നിൽക്കും. അതുകൊണ്ടാണ് കേരള നിയമസഭ LDFും UDFും കൂടി സംയുക്തമായി ഇതിനെ എതിരെ യോജിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ഞാൻ LDF പാസ്സാക്കിയതോ UDF പാസ്സാക്കിയതോ BJP ഗവൺമെൻറ് ഇങ്ങനെ പാസ്സാക്കിയതോ ആ വിഷയത്തിലേക്ക് ഒന്നുമില്ല ഞാൻ കിടക്കുന്നത്. എൻ്റെ വിഷയമെന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയമെന്ന് പറയുന്നത്, സ്വകാര്യവൽക്കരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ അനുഭവിച്ച് വരുന്നവരാണ്. ഇപ്പോൾ നാം നേരത്തെ അനുഭവിച്ച് കൊണ്ടിരുന്നവരാണ്. ഇനി വൈദ്യുതി മേഖല കൂടി സ്വകാര്യവൽക്കരണത്തിലേക്ക് വന്നാൽ തീർച്ചയായും ഈ പുതിയ വൈദ്യുതി നിയമത്തിൻ്റെ ആഘാതമെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ഇരട്ടിക്കും. ആദ്യം ഒരു പക്ഷേ മത്സരമുണ്ട്, അല്ലെങ്കിൽ ഉപഭോക്താവിന് കുറഞ്ഞ ചിലവിൽ വൈദ്യുതി കിട്ടുമെന്നൊക്കെ നമ്മളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെങ്കിലും ആത്യന്തികമായി സംഭവിക്കുന്നത് വിലവർധനയും നമ്മുടെ ഖജനാവ് ഖാലിയാക്കലും, നമുക്ക് കൂടുതൽ അവരെ ആശ്രയിച്ച് കഴിയേണ്ട അവസ്ഥയിലേക്ക് സ്വകാര്യ മുതലാളിമാരുടെ ഇംഗിതത്തിനനുസരിച്ച് നമ്മുടെ വൈദ്യുതി ഉപയോഗം മാറുന്നതിലും വൈദ്യുതിയുടെ സംസ്കാരം മാറുന്നതിലും നമ്മൾ നിർബന്ധിതരായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ജനപ്രതിനിധികളോട്, നമ്മൾ ജയിപ്പിച്ച് വിട്ട ജനപ്രതിനിധികളോട് നമുക്ക് പറയുവാനുള്ള അവകാശമുണ്ട്. വൈദ്യുതി രംഗത്ത് സ്വകാര്യവൽക്കരണം അരുത് എന്ന് തന്നെ നാം പറയണം. കാരണം ഇതൊരു സർവീസ് മേഖലയാണ്. വിദ്യാഭ്യാസം പോലെ, ആരോഗ്യം പോലെ, ട്രാൻസ്പോർട്ടേഷൻ പോലെ വൈദ്യുതിയും ഒരു സർവീസ് മേഖലയാണ്. ഇത് സ്വകാര്യവൽക്കരിക്കുന്നത് അപകടകരം എന്ന മുദ്രാവാക്യത്തിലേക്ക് നാം കടക്കണം. അതുകൊണ്ട് ഇതിനെതിരെ ജനങ്ങൾ ബോധവാന്മാരായി പ്രതികരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.